തന്നെ ബോസ് വീണടേ. ഹലോ മമ്മി. മമ്മി ഞാൻ ഇവിടെ ഉണ്ട്. ആണോ മമ്മി? കറിയൊക്കെ റെഡിയായോ? കൂട്ടുകാരെ വേഗം വരാ, മമ്മി പറഞ്ഞു. ആഹാരം റെഡി ആയത്. കുരുത്തക്കെട്ട കുട്ടി, എന്റെ മമ്മി കാരണം ഇന്ന് നീ രക്ഷപ്പെട്ടു. ഇനി എന്നോട് ഏറ്റുമുട്ടാൻ വന്നാലുണ്ടല്ലോ അതിന്റെ മുട്ടുകാലം ഞാൻ തല്ലി. കൊള്ളാം, മമ്മിയുടെ പേര് പറഞ്ഞ് എല്ലാരും ഓടിക്കളഞ്ഞു അല്ലേ? ഒറ്റയിടത്തിനെ കാണുന്നില്ലല്ലോ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? മീൻ പിടിക്കാനാണോ പോയത്? എന്തോന്നാണ് ഇത്ര നേരമായത്? എന്റെ ബോസല്ലേ പറഞ്ഞേ മമ്മി ആഹാരമൊക്കെ ഉണ്ടാക്കിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ചെന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോയതാ. എന്റെ ബോസ് വെറുതെ ദേഷ്യപ്പെടുന്നേ. ഞങ്ങൾ അവിടെ ചെന്നപ്പോ മമ്മി ഇല്ല, വീട് പൂട്ടിക്കിടക്കുക. എടാ ബുദ്ധിയില്ലാത്ത മരക്കൊത്ത, ആ കുട്ടിയുടെ തല്ല് കണ്ടപ്പോ പെട്ടെന്ന് മമ്മിയുടെ ഓർമ്മ വന്നു. മമ്മി ഫോണിൽ വിളിച്ചത് കള്ളത്തരം പറഞ്ഞതാ. ഞാൻ അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു, അറിയടാ. ആണോ? എന്നാ സോറി ബോസേ. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആ ചെക്കനെ വെറുതെ വിടില്ല. എന്റെ പ്ലാനൊക്കെ അവൻ കോഞ്ഞാട്ടയാക്കി. എന്നെങ്കിലും അവൻ എന്റെ കയ്യിൽ കിട്ടുമ്പോ ശരിക്കും അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനെ ഞാൻ ആരാണെന്ന് അറിയിക്കണം. ഈ മിർച്ചിയുടെ അടുത്ത് ഏറ്റുമുട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വളർന്ന് കിളവനായാ പോലും എന്റെ അടുത്ത് ഏറ്റുമുട്ടിയ വേദന ഓർത്തോർത്ത് അവൻ കിടന്ന് ജരക്കും. ബോസ്, അവിടുത്തെ പ്ലാൻ എന്താണ്? ഇതുപോലെ ടവല് കയ്യിൽ എടുത്ത് ഉറക്കത്തിന്റെ മരുന്ന് ഇതിലഴിക്കണം. എന്നിട്ട് ആ ചെക്കന്റെ മോന്തയിൽ ഇതാ ഇങ്ങനെ വെക്കും. കേടും ഞാൻ. എന്നിട്ട് അവരെ മേടിച്ച് ആരാണത്? ബോസ്, അവനെ മണപ്പിക്കുന്നതിന് പകരം ബോസ് എന്തിനാ മണത്ത്? സോറി. പിന്നെ ഈ പ്ലാൻ ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്ലാന് ഇതില് നല്ലതാണ്. ഞാൻ
ഞാനിങ്ങനെ എല്ലില് കയറി കെട്ടിയിട്ട് വിടാതെ പട്ടിക്കിട്ട് കൊടുക്കും. എന്നിട്ട് എന്റെ അടുത്തേക്ക് പതുക്കെ കയറി ഇങ്ങനെ വലിക്കും. എടാ ബോസിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടാ. ആ ചെറുക്കൻ എന്തിനാടെ എല്ലിന്റെ പുറകെ വരുന്നേ? അത് ചാടി വരുമ്പോ ഇതാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വലിക്കും. നിങ്ങള് അവിടെ പെട്ടെന്ന് വാസേ, എനിക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായില്ല. ആ ചെറുക്കൻ എന്തിനാ എല്ലിന്റെ പുറകെ വരുന്നേ? പറഞ്ഞേ. ആ ചെറുക്കനോ ബുദ്ധിയില്ലാത്ത മരക്കോത്താ. ഞാൻ എല്ലാ കുട്ടിക്കെല്ലാം പട്ടിക്ക് കൊടുക്കാനാ പ്ലാനിട്ടെ. ആ പട്ടി കുറച്ചില്ലായിരുന്നെങ്കിൽ ആ ചെറുക്കൻ എണീക്കില്ലായിരുന്നല്ലോ. ആ ചെറുക്കൻ എണീറ്റില്ലായിരുന്നെങ്കിൽ നമുക്ക് മോഷ്ടിച്ചൂടായിരുന്നോ? അവന്റെ നല്ല കൊണ്ടില്ലേ? ആ ഡോഗി കാരണമല്ലേ നമ്മുടെ എല്ലാ പ്ലാനും വെള്ളത്തിലായത്. ആ ഡോഗിയെ പിടിച്ചോണ്ട് വന്നാൽ അവന്റെ കൂട്ടുകാരനായ ആ ചെറുക്കനോ ഇവിടെ എത്തും, അല്ലെങ്കിൽ എത്തിക്കൂ. ഹായ്. 1, 2, 3. വാ വാ പോരട്ടെ പോരട്ടെ, വാ 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 വാ. ബോസ്, എന്തായാലും ഈ പ്ലാൻ കൊള്ളാട്ടോ. നമ്മള് ഡോഗിനെ പിടിച്ചല്ലോ. എന്താ നിങ്ങൾ കൊണ്ടുപോകുന്നേ? ശിവ, ശിവ, ദേ കുറച്ച് ആൾക്കാർ വന്ന് എന്തോ കൊണ്ടുപോകുന്നു. വേഗം ചെല്ല്. ശിവ, വേഗം വാ, താഴെ വാ, അവരെ പിടിക്കേ. ഹലോ ലഡു സാറേ, കുറച്ചു പേര് ഡോഗിനെ എടുത്തോണ്ട് ഒരു റെഡ് വാനിൽ പോയിരിക്കാം. രേവ, അത് യുഡി. ഞാൻ ഡോഗിന്റെ ട്രാക്കിംഗ് ഡിവൈസ് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഡു സിംഗ് സർ, ഞാൻ ആ റെഡ് വാൻ കാടിന്റെ അകത്തേക്ക് പോകുന്നത് കണ്ടു. ഞാൻ അവരെ ഫോളോ ചെയ്ത് പോവാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വേഗം വരണം. ഓക്കെ സർ. ഓഹോ, അല്ല ഞാൻ പറയാൻ വന്നത്. ഓക്കെ ശിവ, ഓക്കെ. ഈ മിർച്ചിയോട് ഏറ്റുമുട്ടിയാലുണ്ടല്ലോ, ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി നീ ഇവിടെ കിടന്ന് കുറച്ചാ മതി. ഇനി നിന്നെ പുറത്തേക്ക് വിടാൻ പോകുന്നില്ല ഡോഗി. വാസേ, നമുക്ക് ഇവനെ ചങ്ങലക്കിട്ട് പൂട്ടിയാലോ? അപ്പൊ ഇവിടെ ഓടത്തില്ലല്ലോ. ഈ കുഞ്ഞു കുരുത്തം കെട്ട ഡോഗി കാട്ടിനുള്ളിൽ എങ്ങോട്ട് പോവാനാ? വിട് വിട് വിട്, കടിക്കല്ലേ കടിക്കല്ലേ.
ഡോഗിനെ ചങ്ങലയിലിട്ട് വെച്ചാ പിന്നെ അഴിച്ചു വിടാനേ പാടില്ല. ഇത് കടിക്കുന്ന ഡോഗിയാ. ഇത് ഭയങ്കര സാധനം. ഹലോ ബോസേ, ഞാൻ ലെമനാ സംസാരിക്കുന്നേ. ആ ചെറുക്കനുണ്ടല്ലോ, അവന് ഡോഗിനെ അന്വേഷിച്ച് നമ്മളെ വഴിക്ക് വന്നോണ്ടിരിക്കുവാ. വരട്ടെ, അവനിങ്ങ് വരട്ടെ. അവന് വേണ്ടിയല്ലേ നമ്മള് വല വിരിച്ച് കാത്തിരിക്കുന്നേ. അവനെ വഴി വെച്ച് തടഞ്ഞ് കുളിപ്പിക്ക്. വിടാൻ പാടില്ല. കുളിപ്പിച്ചങ്ങ് കിളിയാക്ക്. ഓക്കെ ബോസേ, ഞാൻ സൂപ്പറായിട്ട് ചെയ്തോളാം. വന്നോ കുട്ടി, ബോസിന്റെ ആജ്ഞയാണ്. നിന്നെ നല്ലവണ്ണം തേച്ച് കുളിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എടാ വേഗം ആ കുട്ടിയെ പിടിച്ചോണ്ട് വാ. ഓക്കെ ബോസ്. എന്തായാലും നന്നായിട്ട് കുളിച്ചല്ലോ. ഇങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കല്ലേ. വേഗം സോപ്പ് എടുത്ത് തേക്കാൻ നോക്ക്. ബോസ് ആ ചെറുക്കനെയാണ് നല്ലോണം കുളിപ്പിക്കാൻ പറഞ്ഞത്, അല്ല സ്വയം കുളിക്കാനല്ല. മനസ്സിലായോ? വേഗം ഒന്ന് പിടിക്കാവനെ. ഹലോ അങ്കിൾ, ദാ ഇവിടെ നോക്ക്. അല്ല, നിങ്ങളുടെ ബോസ് ഇപ്പൊ നന്നായിട്ട് കുളിച്ചിട്ടുണ്ടല്ലോ. സോപ്പ് ആരാ തേച്ചു കൊടുക്ക പറയൂ. ഞങ്ങൾ തേച്ച് കുളിച്ചു കൊടുക്കും. നിർത്തണേ, മര്യാദയ്ക്ക് തേക്കാനും അറിയില്ല. ആ പറ വേണ്ട. എന്താ അപ്പൊ നീ ശരിക്കും അവനെ കുളിപ്പിച്ചോ? എന്ത് പറയാനാ, ഈ മണ്ടന്മാരൊക്കെ എന്റെ കയ്യിൽ വന്ന് പെട്ടല്ലോ. അവനെ കുളിപ്പിക്കാൻ പറഞ്ഞത് ഇടിക്കാനായിരുന്നു. അതായത് അവൻ എന്നെ ഇടിച്ചതുപോലെ ഇടിക്കാൻ. സോറി ബോസേ, പിന്നെന്തിനാ അവനെ കുളിപ്പിക്കാൻ പറഞ്ഞത്? എന്റെ ജോലിക്കാരുണ്ടല്ലോ, എന്ത് പാടുപെട്ടാണെന്നറിയോ അവര് വരും എന്നെ കുളിപ്പിച്ചത്. അവര് കഷ്ടപ്പെട്ടതൊക്കെ വെറും വെള്ളം പോലെ ആയില്ലേ. ബോസ് പറഞ്ഞത് കുളിപ്പിക്കാനല്ല, അവനെ ഇടിച്ച് ശരിയാക്കാനാ. അതെ ചേട്ടാ, നിങ്ങൾ ആരെങ്കിലും കുറച്ചു മുമ്പേ ശിവ ഈ വഴിക്ക് പോകുന്നത് കണ്ടിരുന്നോ? അതെ കണ്ടു. എന്ത് വേണം? അല്ല താനാരാ? ഞാൻ അവന്റെ കൂട്ടുകാരനാണേ. നിങ്ങൾ രണ്ടുപേരും കേട്ടല്ലോ, ഈ ആളുണ്ടല്ലോ ആ ചെറുക്കന്റെ കൂട്ടുകാരനാണെന്ന്. ആ ചെറുക്കനെ കുളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവനെ കുളിപ്പിച്ചാലോ? ചെല്ല് ചെല്ല്, അവനെ പിടിച്ചോണ്ട് വാ. അതെ അതെ. കാണിക്കുന്നത് ഇയാൾക്ക് നല്ലോണം സോപ്പ് തേച്ച് കൊടുക്കേ. അല്ല, അതിനിപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഈ ലഡ്ഡു സിംഗിനെ എന്തിനങ്ങനെ സോപ്പിട്ട് കുളിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ, ഞാനാണ് ലഡ്ഡു സിംഗ്, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. അതെ, നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? എനിക്ക് വഴിയൊന്ന് പറഞ്ഞു തന്നിട്ട് പോയിക്കോടെ. ബോസേ, ആ കുരുത്തം കെട്ടെ കുട്ടിയുടെ കൂടെ കുറച്ച് കൂട്ടുകാരും ഒരു ഇൻസ്പെക്ടർ വരുന്നുണ്ട് കേട്ടാ. ഈള് കേസ് ഇങ്ങോട്ട് വരട്ടെ. അവന്മാരെ കൊടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആ ഇൻസ്പെക്ടർ ആയാലും ശരി, കുട്ടിയായാലും ശരി, എന്റെ ഒരു ചുക്കും എന്റെ അമ്മോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഹായ് ഡോഗി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു.
എന്താ മെഗാസിരിയൽ കണ്ടോണ്ടിരിക്കുവാണോടെ? പിടിക്കവനെ എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുവരാൻ. Hands up! ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. യൂണിഫോം ഇല്ലല്ലോ, റിവോൾവർ കാണുന്നില്ല, പുറകെയുള്ള ഫോഴ്സ് ഒക്കെ എവിടെ? സോറി, ഫോഴ്സ് വന്നില്ലാന്നേ. എന്റെ കയ്യിൽ ഇപ്പൊ റിവോൾവറും ഇല്ല. അപ്പൊ താൻ ഇൻസ്പെക്ടറും അല്ല. ആഹാ, ആ മര്യാദക്കെല്ലാം നിർത്ത്. ഏ കുട്ടി, അവിടെ നനങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഡോഗിയെ ഞാൻ ഈ മുളക് തീറ്റയ്ക്ക് പറഞ്ഞേക്കാം. ഇന്ന് നിനക്ക് മനസ്സിലാകും ഈ മിർച്ചിയുടെ അടുത്ത് ഏറ്റുമുട്ടിയ ജീവിതകാലം മുഴുവനും വെള്ളം കുടിക്കേണ്ടി വരുമെന്ന്. കേട്ടോ? വിളിക്ക ഇതിനെ തിരിച്ച് വിളിക്ക. ഏയ് ഡോഗി, ഇങ്ങോട്ട് വാ. ശിവ, നീ ഒന്ന് അകത്ത് വരാപ്പോ. നീ മാത്രം വന്നാ മതി, ഒരു രഹസ്യം പറയാനാ. കമിൻ കമിൻ. കൂട്ടുകാരെ, എനിക്ക് രഹസ്യം പറയാനുണ്ട്. വേഗം എല്ലാ വാതിലുകളും കുറ്റിയിടേ. ഇപ്പൊ നീ കുടുങ്ങി കുട്ടി. ഇനി നിനക്ക് ഓടാൻ പറ്റില്ല, എല്ലാ വാതിലുകളും ഞാൻ അടച്ചു കഴിഞ്ഞല്ലോ. ഓ റിവ, എല്ലാ വാതിലുകളും പുറത്തുനിന്ന് ലോക്ക് ചെയ്യേ. വന്നേ. ഇനി നിങ്ങൾക്കാർക്കും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും പറ്റില്ല. ഇനി എന്ത് ചെയ്യും പറ? നീ ഒരു കുട്ടിയെ പോലെ എന്തുകൊണ്ടാ പെരുമാറാത്തത് കുട്ടി? കൂട്ടരെ, ഇവരെ അടിച്ച് തരിപ്പണമാക്കേ. ഇനി ഞാൻ നിന്നെ വിടില്ല. എന്റെ തല. ഹലോ മമ്മി, എന്താ മമ്മി, എന്താ കാര്യം? എന്താ ഡാഡി വിളിക്കുന്നോ? ഓക്കെ, ഞങ്ങൾ ഇപ്പൊ വരാം. കൂട്ടരെ, ഡാഡി വിളിക്കുന്നു, വാ നമുക്ക് പോകാം. ഇന്ന് മമ്മി പപ്പയുടെ അടവൊന്നും ഇവിടെ ചെലവാവില്ല. ഫൈറ്റ് ഇതുവരെ തീർന്നിട്ടില്ല ഫ്രണ്ട്. വേണ്ട, ഇനി എന്നെ ഇടിക്കല്ലേ ശിവ. എന്റെ എല്ലാം ഒടിഞ്ഞു, ഇനി ഇടി മേടിക്കാനുള്ള ശക്തിയില്ല. ഇൻസ്പെക്ടർ സാറേ, യൂണിഫോം ഇല്ലെന്ന് കരുതി ഡ്യൂട്ടി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും തെറ്റുകാരാ. ഞങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്യേ. ഞങ്ങളെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകണം. ഈ ശിവയും ഡോഗി ഇല്ലാത്ത സ്ഥലത്തേക്ക് വേണം ഞങ്ങളെ കൊണ്ടുപോകാൻ. വേഗം ആവട്ടെ.